നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധം. ദില്ലിയിലും ലക്നൌവിലും കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പരീക്ഷാ നടത്തിപ്പിലെ കൂടുതൽ വീഴ്ചകളും ഇന്ന് പുറത്തുവന്നു. പരീക്ഷാ ദിവസം പരിശോധന നടത്തിയ 399 കേന്ദ്രങ്ങളിൽ 186 സെന്ററുകളിലും CCTV നിരീക്ഷണം ഉണ്ടായിരുന്നില്ല. ചോദ്യപേപ്പർ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകളിൽ മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നും കണ്ടെത്തൽ. പരീക്ഷാ നടത്തിപ്പ് നിരീക്ഷിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയോഗിച്ച ഏജൻസിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. രാജ്യത്തെ 4000-ഓളം കേന്ദ്രങ്ങളിലാണ് മെയ് 5-ന് നീറ്റ് പരീക്ഷ നടന്നത്. പരീക്ഷാ നടത്തിപ്പ് നേരിട്ട് പരിശോധിക്കാൻ പ്രത്യേക ഏജൻസിയെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയോഗിക്കുകയും ചെയ്തു. ആകെ 399 കേന്ദ്രങ്ങളിലാണ് പരീക്ഷാ ദിവസം ഇവർ പരിശോധന നടത്തിയത്. ഇതിൽ 186 കേന്ദ്രങ്ങളിലും CCTV പ്രവർത്തിച്ചിരുന്നില്ല. പരീക്ഷാ ഹാളിൽ 2 CCTVകൾ വേണം. ദൃശ്യങ്ങൾ തത്സമയം ദില്ലിയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കൺട്രോൾ റൂമിൽ ലഭ്യമാക്കുകയും വേണമെന്നായിരുന്നു പരീക്ഷാ മാർഗനിർദ്ദേശം. ഇത് പാടെ ലംഘിക്കപ്പെട്ടു. പരീക്ഷാ ചോദ്യപേപ്പർ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകളിൽ 68 സ്ഥലങ്ങളിൽ സുരക്ഷാ ഗാർഡുകൾ ഉണ്ടായിരുന്നില്ല. ഒപ്പം 83 ഇടങ്ങളിൽ പരീക്ഷയ്ക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരല്ല ജോലി ചെയ്തത് എന്നും കണ്ടെത്തി. ഇതടക്കമുള്ള വീഴ്ചകൾ വിവരിച്ച് ജൂൺ 16-നാണ് NDAക്ക് റിപ്പോർട്ട് ലഭിച്ചത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരവേ ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 വിദ്യാർത്ഥികൾക്ക് റീടെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മറ്റന്നാളാണ് പരീക്ഷ. വിവാദത്തിൽ പ്രതിപക്ഷ പാർട്ടികളും വിവിധ സംഘടനകളും രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. കോൺഗ്രസ് സംസ്ഥാന തലസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധിച്ചു. ദില്ലിയിൽ BJP ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് PCC ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. അതേസമയം റദ്ദാക്കിയ UGC നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ CBI സംഘം അന്വേഷണം ആരംഭിച്ചു. ചോദ്യപേപ്പർ ഡാർക്ക് നെറ്റിലും ടെലഗ്രാമിലും യഥേഷ്ടം ലഭ്യമായെന്നാണ് കണ്ടെത്തൽ. 10,000 രൂപ വരെ വിലയിട്ടാണ് ചോദ്യപേപ്പർ വിൽപ്പന നടത്തിയതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. റിപ്പോർട്ടർ, ദില്ലി.